എല്ലാവർക്കും വെൽക്കം ടു എഡി ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് കൂടിയ സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് കില്ല് എന്ന് പറയുന്ന മൂവിയാണ്. നമ്മൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് ഉള്ള സിനിമയായിട്ട് അറിയപ്പെട്ടത് കില്ലാണെന്ന് തോന്നുന്നു. ഈ ഒരു സിനിമയിൽ ലക്ഷ്യയാണ് നായകനെ വന്നത്. നിഖിൽ നാഗേഷ് ഭട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത മൂവി നോക്കാം. അടുത്ത മൂവി നോക്കുകയാണെങ്കിൽ ആനിമൽ എന്ന് പറയുന്ന സിനിമയാണ്. സന്ദീപ് റെഡ്ഡിവാങ്കയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. രൺബീർ കപൂർ നായകനായ സിനിമ ലക്ഷ്മിക മന്ദാനയാണ് നായികയായിട്ട് വന്നത്. അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അടുത്ത സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിയോ എന്ന് പറയുന്ന സിനിമയാണ്. വിജയിൻ്റെ സിനിമയാണ്. കേരളത്തിൽ ഫസ്റ്റ് ഡേ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ റെക്കോർഡൊക്കെ ഈ ഒരു സിനിമക്കാണ്. ലോകേഷ് കനകരാജാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ലോകേഷ് കനകരാജിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മൂന്നാമത്തെ സിനിമയാണ് ലിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്യൻ എന്ന് പറയുന്ന സിനിമയാണ്. സിയാൻ വിക്രമിൻ്റെ സിനിമയാണ്. ശങ്കറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. സിയാൻ വിക്രമിൻ്റെ കരിയറിലെ തന്നെ അത്യാവശ്യം ഫാൻ ബേസുള്ള സിനിമകളിൽ തന്നെയാണ് അന്യൻ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് സെലാർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നായകനായി വന്നത് പ്രഭാസാണ്. നമ്മളെ പൃഥ്വിരാജൊക്കെ ഈ സിനിമയിൽ മെയിൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു സിനിമ നമ്മളെ KGF ഒക്കെ എടുത്ത പ്രശാന്തിയിലാണ് ഡയറക്റ്റ് ചെയ്തത്. ഈ ഒരു സിനിമ അത്യാവശ്യം വയലൻസ് കൂടിയ സിനിമ തന്നെയാണ്. അപ്പോൾ അടുത്തതാണ് KGF ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമയാണ്. KGF ചാപ്റ്റർ 2 1 ഇതിൽ പെടും. ഇത് രണ്ടും അത്യാവശ്യം നല്ല വയലൻസുള്ള സിനിമകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. അടുത്തതാണ് രായൻ എന്ന് പറയുന്ന സിനിമയാണ്. രായൻ എന്ന് പറയുന്ന സിനിമ ധനുഷാണ് ഡയറക്റ്റ് ചെയ്തത്. ധനുഷ് തന്നെയാണ് ഈ ഒരു സിനിമ നായകനായിരുന്നതും. സുന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, സെൽവരാഘവൻ, SJ സൂര്യ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ മറ്റ് പ്രധാന വേഷത്തിലെത്തിയത്. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ മലയാള സിനിമയാണ്. ഉണ്ണിമൂന്നനാണ് ഈ ഒരു സിനിമയിൽ നായകനായി വന്നത്. 2019 പുറത്തുപോയി മിക്കായൽ എന്ന് പറയുന്ന സിനിമയിലെ മാർക്കോ എന്ന് പറയുന്ന വില്ലൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് എടുത്തൊരു സിനിമയാണിത്. ഈ ഒരു സിനിമ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വൻ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വയലൻസുള്ള സിനിമയായിട്ട് അറിയപ്പെടുന്ന ഇതാണ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ഇതിലും കൂടുതൽ സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് താഴത്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴാണ് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പം ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ഞാനിടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ.